ജോലി എന്ന സ്വപ്നവുമായി പരീക്ഷ എഴുതാൻ പോയ ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ തിരികെ എത്തിയത് വെള്ള പുതച്ച വിറങ്ങലിച്ച ശരീരമായാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വൈഷ്ണവിനെയോർത്ത് തേങ്ങുകയാണ് കോഴിക്കോട്ടെ ചെറുകുളത്തൂർ എന്ന ആ നാട്. വെറും സെക്കൻഡുകൾ കൊണ്ടാണ് അത്രയും ആളുകൾക്കിടയിൽ നിന്നും വൈഷ്ണവിനെ വിധി തെരഞ്ഞെടുത്ത് മരണത്തിലേക്ക് മാടി വിളിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ വൈഷ്ണവിന്റെ സഹോദരൻ വൈശാഖ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മരണപ്പെട്ട വൈഷ്ണവ് ഒരു ടൈൽസ് പണിക്കാരനായിരുന്നു. പക്ഷേ ആ ജോലി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു സ്ഥിരം ജോലി വേണമെന്ന സ്വപ്നം വൈഷ്ണവ് ഏറെക്കാലമായി കൊണ്ടു നടന്നിരുന്നു. അതിനായി തൃശൂരിൽ നടക്കുന്ന ദേവസ്വം ബോർഡിലേക്കുള്ള പരീക്ഷയ്ക്ക് പുറപ്പെട്ടതായിരുന്നു വൈഷ്ണവ്. വൈഷ്ണവിന്റെ സഹോദരനായ വൈശാഖ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരനായിരുന്നു. വലിയ പ്രതീക്ഷകളോടെ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു വൈഷ്ണവ്. എന്നാൽ അത് തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ അവസാന യാത്രയായി മാറുമെന്ന് ആ മാതാപിതാക്കൾ ഒരിക്കലും നനച്ചു കാണില്ല. വിവരമറിഞ്ഞ് ബന്ധുക്കളും സുഹൃത്തുക്കളും അപകടം നടന്ന കുറ്റിപ്പുറത്തേക്കും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ഓടിയെത്തിയെങ്കിലും മരണവാർത്തയാണ് അറിയാൻ സാധിച്ചത്. മഴയിൽ നനഞ്ഞ 6 വരിപ്പാതയിൽ നിയന്ത്രണം നഷ്ടമായി തെന്നി സ്വകാര്യ ബസ് ഡിവൈഡറിൽ തട്ടി തലകീഴായി മറിയുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ 10:30 അപകടം നടക്കുന്നത്. തെന്നി നീങ്ങവേ ഡിവൈഡറിൽ തട്ടി അതിന് മുകളിലേക്ക് തന്നെ മറിഞ്ഞ ബസ് 2ആയി പിളരുകയായിരുന്നു. അപകടത്തിൽ സീറ്റിനും കമ്പിക്കും ഇടയിൽ കുടുങ്ങിയ ഒരു യാത്രക്കാരനെ അഗ്നിരക്ഷാസേന അരമണിക്കൂറോളം നടത്തിയ ശ്രമത്തിലൂടെയാണ് രക്ഷപ്പെടുത്തിയത്. വൈഷ്ണവ് ബസിന്റെ വലതുഭാഗത്തെ സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത്. കോൺക്രീറ്റ് ഡിവൈഡറിലുണ്ടായിരുന്ന തെരുവ് വിളക്കിന്റെ ഇരുമ്പ് തൂണിന്റെ അടിഭാഗത്ത് ശക്തമായി ഇടിച്ച വൈഷ്ണവിന്റെ തലയും മുഖവും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ഡിഫൻഡർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഓടിയെത്തിയ നാട്ടുകാരും യാത്രക്കാരും കുറ്റിപ്പുറം പോലീസും ചേർന്നാണ് ബസ്സിനകത്തു നിന്നും യാത്രക്കാരെ പുറത്തെടുക്കുന്നത്. ബസ്സിലെ അമിത വേഗതയും ഡ്രൈവറുടെ അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമികമായ നിഗമനം. സംഭവത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണവും ആരംഭിച്ചു.